കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വനാതിർത്തി പ്രദേശങ്ങളിൽ നിരന്തരമായി കാട്ടാനകൾ ഇറങ്ങുന്നതും കാർഷിക വിളകൾ നശിപ്പിക്കുന്നതും ജനങ്ങളുടെ സുരക്ഷിത ജീവിതത്തെ ബാധിക്കുന്നതും അതീവ ഗുരുതരമായ വിഷയമായാണ് കാണുന്നതെന്ന് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വനാതിർത്തികളിൽ മാത്രം കണ്ടിരുന്ന കാട്ടാനകൾ ഇപ്പോൾ ജനവാസ മേഖലകളിലേക്ക് കൂട്ടത്തോടെ ഇറങ്ങുന്ന സാഹചര്യത്തിൽ അടിയന്തര പ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. കുതിരാനിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാൻ സമ്മർദ്ദം ചെലുത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NS വർഗീസ് പറഞ്ഞു. തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ കുതിരാൻ തുരങ്കം നിർമ്മിച്ചപ്പോൾ 1.5 കിലോമീറ്റർ ഭാഗത്ത് സോളാർ വേലി സ്ഥാപിക്കാതിരുന്നതാണ് ഷോളയാർ വനത്തിൽ നിന്നുള്ള ആനകൾ ചേലക്കര, മുള്ളൂർക്കര ഉൾപ്പെടെയുള്ള വനാതിർത്തി പ്രദേശങ്ങളിലേക്ക് ഇറങ്ങാൻ പ്രധാന കാരണം. ഇത് മുൻപുണ്ടായിരുന്നവരുടെ അശ്രദ്ധ കൊണ്ടാണെന്ന് പറയാതെ വയ്യെന്നും പഞ്ചായത്ത് ഭരണസമിതി ചൂണ്ടിക്കാട്ടി. മുൻപ് അധികാരം ഏറ്റെടുത്ത ഉടൻ തന്നെ വനം, ഇറിഗേഷൻ വകുപ്പുകളുമായി ചർച്ച നടത്തി നടപടികൾ സ്വീകരിച്ചതായും അധികൃതർ വ്യക്തമാക്കി. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ ഉടൻ തന്നെ വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിനെ നേരിട്ട് കണ്ട് വിവരങ്ങൾ ധരിപ്പിക്കും. സോളാർ ഫെൻസിംഗ്, ആനകളുടെ റിവേഴ്സ് ഡ്രൈവ് ആവശ്യമായി വന്നാൽ മയക്ക് വെടിവെച്ച് ആനകളെ തുരത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രിയുമായി ചർച്ച നടത്തുന്നത്. കുതിരാൻ മേഖലയിൽ അടിയന്തരമായി സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ച് നിലവിൽ ചേലക്കര, വടക്കാഞ്ചേരി വനമേഖലകളിലുള്ള ആനകളെ റിവേഴ്സ് ഡ്രൈവിലൂടെ തിരിച്ചയക്കുന്നതിനുള്ള ചർച്ചകൾക്ക് മുൻഗണന നൽകും. ഇതോടൊപ്പം മുള്ളൂർക്കര പഞ്ചായത്തിന്റെ വനാതിർത്തി മേഖലകളിൽ നിലവിലുള്ള സോളാർ ഫെൻസിംഗ് പ്രവൃത്തികൾ ദ്രുതഗതിയിലാക്കാനും തീരുമാനമായിട്ടുണ്ട്. തുടർ നടപടികളുടെ ഭാഗമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം അടുത്ത ദിവസം തന്നെ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വിളിച്ചു ചേർക്കും. PRT അംഗങ്ങൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് കൂടുതൽ മികച്ച പരിശീലനവും സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കി നൽകും. സ്ഥലം MLA UR പ്രദീപ്, MP K രാധാകൃഷ്ണൻ എന്നിവർക്ക് അടിയന്തരമായി നിവേദനം നൽകി പ്രശ്നത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തും. ചെറുതുരുത്തി, വടക്കാഞ്ചേരി പോലീസ് SHOമാരുമായി ബന്ധപ്പെട്ട് അടിയന്തര സാഹചര്യങ്ങളിൽ പോലീസ് സേവനം കൃത്യസമയത്ത് ലഭ്യമാക്കുവാനുള്ള സ്ഥിരം സംവിധാനം ഉറപ്പുവരുത്തുവാൻ ചർച്ച നടത്തുമെന്നും പറഞ്ഞു. വാഴക്കോട് മുതൽ മണലാടി വരെയുള്ള ഭാഗങ്ങളിൽ സംസ്ഥാന പാതയിലെ വഴിയാത്രക്കാരുടെ സുരക്ഷയ്ക്കായി പ്രത്യേക കാട്ടാന മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കും. ആനയിറങ്ങുന്ന മേഖലയിലെ വാർഡ് മെമ്പർമാരെ കൂടാതെ അടിയന്തര സാഹചര്യമുണ്ടായാൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി മറ്റ് മെമ്പർമാർക്ക് കൂടി പ്രത്യേക ചുമതല നൽകും. നിലവിൽ മച്ചാട്, മായന്നൂർ ഫോറസ്റ്റ് പരിധികളാണ് മുള്ളൂർക്കരയുമായി അതിർത്തി പങ്കിടുന്നത്. ഇത് പലപ്പോഴും കാട്ടാനശല്യം ഉണ്ടാകുമ്പോൾ അതിർത്തി തർക്കങ്ങളിലേക്ക് വഴിമാറി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. ഇന്നു തന്നെ DFOയുമായി സംസാരിച്ച് അടിയന്തര സാഹചര്യങ്ങളിൽ ഈ അതിർത്തി പ്രശ്നം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു. ജനങ്ങളാകെ പരിഭ്രാന്തിയിലാണ്. ഇതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്കിപ്പോൾ അടിയന്തരമായി ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഫോണിൽ തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ, മറ്റ് ജനപ്രതിനിധികളെ എല്ലാവരുമായിട്ട് ഞങ്ങൾ ആലോചിച്ച് ഞങ്ങളിപ്പോൾ അടിയന്തരമായി ഇടപെടേണ്ട കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾ തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇത് ഞങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഞങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് പ്രധാനമായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൽ ഞങ്ങൾ ഈ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വനാതിർത്തി പ്രദേശങ്ങളിൽ നിരന്തരമായി ആന ഇറങ്ങുന്നത്, കാർഷിക വിളകൾ നശിപ്പിക്കുന്നത്, ജനങ്ങളുടെ സ്വസ്ഥതയും സുരക്ഷിതയുമുള്ള ജീവിതത്തെ ബാധിക്കുന്ന അതീവ ഗുരുതര വിഷയമായി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിനെ കാണുകയാണ്. You are watching VCV News.